ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്നൊക്കെ പറയുന്നത്. പിന്നെ സമാധാനവും അനുകമ്പയും പരാർത്ഥതയും ഇതൊന്നും വി ക്യാൻ നെവർ പർച്ചേസ് വിത്ത് മണി. പിന്നിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും ഇല്ല. പക്ഷേ ആ ഒരൊറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ കാഴ്ചയും കിട്ടും. എന്നെ വിളിക്കുന്ന വാക്കാണ് അനോയിൻറ്റിങ്. ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. വെറുതെ ആ രൂപയ്ക്ക് വേണ്ടി നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. എന്തുമാത്രം പ്രതീകങ്ങളാണ് വേദപുസ്തകം ഇങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കരുതി വെക്കുന്നത്. ഗുരുഗണത്തിലേക്ക് സ്നേഹവദനം. ഇതിങ്ങനെ പെന്തക്കോസ്തയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വാരമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആ പരിശുദ്ധാരൂപിയുടെ ആ ദിവസം. നമുക്കറിയാം, ഒരേ പ്രാർത്ഥന മാത്രമേ അമ്മ പഠിപ്പിച്ചിട്ടുള്ളൂ. വീടിൻ്റെ ഇറയത്തിരുന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ വീട് നിറയെ അമ്മയുടെ ഓർമ്മയുണ്ട്. അത്തരം അമ്മയുടെ ഓർമ്മകളിൽ ഏറ്റവും പ്രശസ്തി എന്ന് കരുതുന്ന അത് അമ്മ പഠിപ്പിച്ചെന്ന ആ പ്രാർത്ഥന തന്നെ. പരിശുദ്ധാത്മാവേ, റൂഹ എന്നാണ് പഴയ ഭാഷ. റൂഹായെ അങ്ങ് എഴുന്നള്ളി വന്ന് എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ദൈവസ്നേഹം കൊണ്ട് ജ്വലിപ്പിക്കണമേ. ഒരൊന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ടില്ല, ശഠിച്ചിട്ടില്ല. ഭൗതികമായ ഒരു കാര്യങ്ങളും ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു രീതിയാണെന്ന് പോലും അമ്മ കരുതിയിട്ടില്ല. നമുക്ക് തീരെ വയ്യാതിരിക്കുമ്പോൾ അടുത്ത ഇടങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ അമ്മമാർ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതേ പ്രാർത്ഥന ആ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കാനും അമ്മമാർക്ക് എഴുതി കൊടുക്കാനുമൊക്കെ അമ്മ നേരം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഇത്തിരി ശാഠ്യം പോലും കാണിച്ചു. യേശു നമ്മളെ കുറ്റപ്പെടുത്തുന്നൊരു വിചാരമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? ചോദിക്കുമ്പോഴൊക്കെ സമൃദ്ധമായിട്ട് നൽകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടും വൈ ഡോണ്ട് യു ആസ്ക് ഫോർ ദ ഹോളി സ്പിരിറ്റ്? ഞാൻ വിചാരിക്കുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ സങ്കല്പങ്ങൾക്കും മീതിയായിട്ട് ആ പരിഭവസ്വരം ഇങ്ങനെ മുഴങ്ങണം. വൈ ഡോണ്ട് യു ആസ്ക് ഫോർ ദ ഹോളി സ്പിരിറ്റ്? ഇതുമാത്രം ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളത്. നമ്മളെ അവസാനത്തോളം ഇങ്ങനെ ചെറിയ മനുഷ്യരായിട്ട് നിലനിർത്തുന്നു. അനുദിന ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥന വിഷയമാവുന്നല്ലേ പറയുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ നിലനിൽക്കുന്ന രീതിയിൽ നമ്മുടെ ആന്തരിക ജീവിതവും ആത്മീയ ജീവിതമൊക്കെ ഇങ്ങനെ ഒടുങ്ങിപ്പോകുന്നുള്ളത് കഷ്ടമാണ്. വൈ ഡോണ്ട് യു ആസ്ക് ഫോർ ദ ഹോളി സ്പിരിറ്റ്? നമ്മുടെ റിട്രീറ്റിലൊക്കെ നമ്മളത് 1-ാം ദിവസം തൊട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്നൊക്കെ പറയുന്നത്. പിന്നെ സമാധാനവും അനുകമ്പയും പരാർത്ഥതയും ഇതൊന്നും വി ക്യാൻ നെവർ പർച്ചേസ് വിത്ത് മണി. അത് പണം കൊണ്ട് വാങ്ങാമെന്നൊക്കെ സങ്കല്പിച്ച മനുഷ്യർ ഇങ്ങനെ ആദ്യകാലം തൊട്ട് ഈ ഒരു സഭയുടെ നാൾവഴി പുസ്തകത്തിനകത്തുണ്ട്. നടപടി പുസ്തകം 8-ാം അധ്യായം എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ അപ്പോസ്തലന്മാർ കൈവെക്കുമ്പോഴേക്കും മനുഷ്യൻ ഇങ്ങനെ ആത്മാരൂപിയിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അപ്പം അത് കണ്ടിട്ട് സിമയോൻ എന്ന് പറയുന്ന ഒരു മാന്ത്രികൻ ഇങ്ങനെ പണം കൊടുത്തിട്ട് അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് എനിക്ക് അനുഗ്രഹം തരിക. ആരും ഇത് ഞാൻ കൈവെക്കുന്നോ ഇതേ അനുഭൂതി അവർക്ക് കിട്ടട്ടെ. പത്രോസ് പറയുന്നുണ്ട്, നിൻ്റെ പണം നിന്നോടൊപ്പം ഒടുങ്ങട്ടെ. നമ്മളെന്നെ വിളിക്കുന്ന വാക്ക് സൈമണി എന്നാണ്. നിങ്ങൾ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സൈമൺ എന്നാണ് ഈ സൈമണി എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നത്. പിന്നീട് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പണം കൊടുത്തും നേർച്ചയിട്ടും ഒക്കെ ചില കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന് പറയുന്ന നമ്മുടെ സങ്കല്പങ്ങൾക്കുമൊക്കെ മീതെ ഇതിൻ്റെ നിഴൽ കിടപ്പുണ്ട് ഈ സൈമണി എന്ന് പറയുന്ന. അപ്പോൾ പ്രേ ഫോർ സംതിങ് ദാറ്റ് യു ക്യാൻ നെവർ പർച്ചേസ് വിത്ത് മണി. അങ്ങനെ ഈ റിട്രീറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു 4-ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും അതിൻ്റെ ഒരു പാർട്ടിസിപ്പൻസിൻ്റെ ഒരു കാര്യം പിടുത്തം കിട്ടും. ഈ എന്തായിരിക്കും ഇത്? ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ. കാരണം ആ ചൈതന്യം വെച്ച് നീട്ടുന്ന അനുഭൂതികൾ നമുക്കിങ്ങനെ കമ്പോളത്തിൽ നിന്ന് കിട്ടുന്നതല്ല. ഒരുപക്ഷെ നമ്മളിങ്ങനെ അലഞ്ഞാലും കിട്ടുന്നതാണെന്ന് തോന്നുന്നില്ല. 3
തലങ്ങളിലായിട്ടാണല്ലോ യേശു നമ്മുടെ ഒരു ആന്തരിക ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചത്. ഒന്നിങ്ങനെ ചോദിക്കുക, രണ്ടിങ്ങനെ അന്വേഷിക്കുക, മൂന്നിങ്ങനെ മുട്ടുക. ചോദിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും റിയലായ ചോദ്യങ്ങൾ, ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക. രണ്ട്, അതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞ് കിട്ടുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുക. മൂന്നാമതായിട്ട് നോക്കുന്ന. ലോകത്ത് എല്ലായിടത്തും ഒരു വാതിൽ കൊട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അകത്തുള്ള ആളിങ്ങനെ ബെനവളൻ്റ് ആവുവോളം ഇങ്ങനെ പുറത്തിങ്ങനെ കണ്ണുപൂട്ടി കാത്തിരിക്കുക. അപ്പം അതായിരുന്നു ഈ പെന്തക്കോസ്തായിലും സംഭവിച്ചത്. കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കിട്ടുകയും ഒക്കെ ചെയ്ത ഒരു ചെറിയൊരു ശിഷ്യ സമൂഹം, യേശുവിൻ്റെ ഭാഷയിൽ ആ ചെറിയ ജഗണം. അവർക്കിപ്പോൾ ധാരണയുണ്ട്, എന്തന്വേഷിക്കുന്നതിനെക്കുറിച്ചും ധാരണയുണ്ട്. പക്ഷേ ഇത്തരം ഉത്തരങ്ങളും അന്വേഷണങ്ങളും ഒക്കെ അതിൽ തന്നെ എപ്പോഴും ഒരു ഫലം നൽകണമാവണമെന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അത്യുന്നതൻ്റെ ശക്തി ആവശ്യിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അറിവ് അത്ര പ്രധാനപ്പെട്ടാണെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. അറിവായിരുന്നു പ്രധാനപ്പെട്ടതെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ മുഖാമുഖം ഇരിക്കാൻ പറ്റിയ മനുഷ്യർ, അവൻ്റെ അധരങ്ങളിൽ നിന്ന് വചസ്സുകൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യരോളം സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള, സുഹൃതം ലഭിച്ചിട്ടുള്ള അധികം മനുഷ്യരൊന്നും ഈ ഭൂമിക്ക് മീതെ ഉണ്ടാവില്ല. എന്നിട്ട് അവരോട് പോലും യേശു പറയുന്നത് എങ്ങനെയാണ്, ആ ചൈതന്യം നിങ്ങൾ ആവശ്യിക്കുവോളം വെറുതെ കണ്ണുപൂട്ടിയിരിക്കാനാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്തൊക്കെ ആയിട്ട് കരുതുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്, വെറുതെ ആ രൂപയ്ക്ക് വേണ്ടി നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ഇതുമാത്രം പ്രതീകങ്ങളാണ് വേദപുസ്തകം ഇങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കരുതി വെക്കുന്നത്. ഞങ്ങളതിങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും അനവധിയാണ്. 7 പ്രതീകങ്ങളെക്കുറിച്ച് പറയുന്നവരുണ്ട്, 9 പ്രതീകങ്ങളെന്ന് പറയുന്നവരുണ്ട്, ഒരു 12 പ്രതീകങ്ങളെങ്കിലും ഈ പരിശുദ്ധാത്മാവിലേക്ക് വളരെ ഡയറക്റ്റായിട്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ചിലപ്പോൾ തോന്നുന്നു എല്ലാ സൂചനകളും ഇങ്ങനെ പരിശുദ്ധാത്മാവിലേക്ക് തന്നെ. നമുക്ക് പരിചയമുള്ള, നമുക്ക് പിടുത്തം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ആത്യന്തികമായിട്ട് ഒരു പക്ഷേ ഈ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചനയോ അതിലേക്കുള്ള ഒരു വഴിത്താരയൊക്കെ ആയിട്ടാണ് മാറുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ലളിതമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ പവർ ഓഫ് ലവ് എന്ന ഈ സ്നേഹത്തിൻ്റെ ശക്തി. എനിക്കൊന്ന് പുതിയ നിയമത്തിലൊക്കെ പരിശുദ്ധാത്മാവെന്ന് കാണുന്നിടത്തൊക്കെ വേണമെങ്കിൽ ഈ പെൻസിൽ കൊണ്ട് വെട്ടി വശത്തിൽ ഇങ്ങനെ എഴുതാൻ പറ്റും ദ പവർ ഓഫ് ലവ്. അപ്പോൾ ഈ പവർ ഓഫ് ലവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതിങ്ങനെ ഒരാളെ കീഴ്പ്പെടുത്തുമ്പോഴേക്കും അയാൾക്ക് ലഭിക്കുന്നൊരു മിന്നൽ വെളിച്ചമുണ്ട്. ഇപ്പോൾ നമുക്ക് സൗളിൻ്റെ കഥ അറിയാം. ഒരു മിന്നലുണ്ടായെന്നാണ് നമ്മൾ പറയുന്നത്. മിന്നലുണ്ടായപ്പോൾ സംഭവിച്ച കാര്യം, ഈ മനുഷ്യൻ അന്ധനായി. ഈ മനുഷ്യൻ ആ ഒരൊറ്റ നിമിഷാർത്ഥത്തിൽ കിട്ടേണ്ട മുഴുവൻ കാഴ്ചകളും കിട്ടി. ഈ പരിശുദ്ധാത്മാവുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു വൺ ടൈം എൻലൈറ്റ്മെൻറ്റ് എന്ന നിലയിലുള്ള കാര്യമാണ്. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും ധാരണ കിട്ടുന്നു. പണ്ട് കാലത്ത് ഇങ്ങനെ ചൂട്ടുകറ്റിയൊക്കെ പിടിച്ച മനുഷ്യർ നടന്നു പോയ നാട്ടിൻപുറങ്ങളുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ വിളക്കുകളാവാം. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതൊരു ഒറ്റ വെളിച്ചത്തിൽ കിട്ടുന്ന ഒരു ധാരണയല്ല. മിന്നൽ അങ്ങനെയല്ല. മിന്നൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും ഇല്ല. പക്ഷേ ആ ഒരൊറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ കാഴ്ചയും കിട്ടും. എന്നെ വിളിക്കുന്ന വാക്കാണ് അനോയിൻറ്റിങ്. ഒറ്റ കാഴ്ചയിൽ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ ലഭിക്കുമ്പോൾ, ജീവിതത്തെക്കുറിച്ച് വ്യക്തത ലഭിക്കുമ്പോൾ, നിങ്ങൾ ഇല്യൂമിൻ്റ് ആകുമ്പോഴൊക്കെ വിളിക്കുന്ന വാക്കാണ് ഈ പരിശുദ്ധാത്മാവുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് അനവധിയായ അത്തരം പ്രതീകങ്ങളിൽ നിന്ന് പൊതുവെ പരാമർശിക്കപ്പെടുന്ന ഒരു 7ഓളം പ്രതീകങ്ങൾ വെറുതെ ഒന്ന് കാണാമെന്ന് കരുതുക. എന്നിങ്ങനെ മഴ എന്ന് പറയുന്ന ഒരു പ്രതീകം, പെന്തക്കോസ്തായിലെ പ്രഭാഷണം. നമുക്കറിയാതെ ഈ ഒരു സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രഭാഷണം, എങ്ങനെയാണ് പത്രോസ് ആരംഭിക്കുന്നത്? ഇങ്ങനെ അന്തിമ ദിനങ്ങളിൽ നിങ്ങളുടെ മീതെ ചൊരിയപ്പെടുന്ന കൃപാമാരിയെക്കുറിച്ച് ജോവൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ജോവലിൻ്റെ ടെസ്റ്റ് എടുത്തിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കൃപാമാരി, മഴക്കാലമാണ്. ഈ മഴ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്തൊരു വ്യത്യാസമാണ്. അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി അടുപ്പമുള്ള ഒരാളുമായിട്ട് പറയുമ്പോൾ പറഞ്ഞു, ഈ മഴക്കാലത്താണ് നമ്മൾ വീട്ടുമുറ്റത്ത് മരങ്ങൾ നടേണ്ടത്. അത് പിന്നീട് നിങ്ങൾ എന്തുമാത്രം വെള്ളമൊഴിച്ചാലും അതിനകത്ത് കഥയൊന്നുമില്ല. ഒരു മഴ തരുന്ന വ്യത്യാസം ഭയങ്കരമാണ്. നമുക്കിടയിലൊക്കെ ഒരു പാട്ടൊക്കെ ഉള്ളത് കണക്ക് ഇങ്ങനെ മഴ കൊണ്ട് മുളക്കുന്ന ചില വിത്തുകളുണ്ട്. അതിങ്ങനെ ഒരു വൺ ടൈം സോക്കിംഗ് ആണ്. ഇങ്ങനെ അടിമുടി
നമ്മളിങ്ങനെ ഡ്രഞ്ചായിട്ട് നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ പരിസ്ഥാൽമാളജി എന്ന് പറയുന്നത്. ഈർപ്പമുള്ള മനുഷ്യർ, അടിമുടി ഈർപ്പമുള്ള മനുഷ്യർ, നനഞ്ഞു നിൽക്കുന്ന മനുഷ്യർ. ചില മരുഭൂമികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കാലാകാലങ്ങളായിട്ട് അതിന് മീതെ ഒരു തളിർപ്പ് പോലും ഇല്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം ആ മരുഭൂമി മുഴുവൻ ഇങ്ങനെ പൂക്കളുണ്ടാവുക, നമുക്കത് വെറുതെ ചരിത്രത്തിൽ നിന്നെടുക്കുന്ന ഒരു വിചാരമാണ്. എന്താണ് അതിന് കാരണം എന്ന് പറയുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം ആ മരുഭൂമിയിൽ മഴ പെയ്യുകയാണ്. അപ്പോൾ വെറുതെ അതിനകത്തിങ്ങനെ മണൽത്തിട്ടകൾക്ക് താഴെയായിട്ട് ഇങ്ങനെ കരിഞ്ഞുണങ്ങിയെന്ന് കരുതപ്പെടുന്ന ചില വിത്തുകളൊക്കെ ഇങ്ങനെ കിളിർക്കുക. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് പൂക്കോളം അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിങ്ങനെ ഒരു മഴയിൽ നിൽക്കുക എന്ന് പറയുന്ന സംഭവം. രണ്ട്, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇതേ മഴ ഉള്ളിലേക്ക് വരുമ്പോഴേക്ക് സംഭവിക്കുന്ന വ്യത്യാസം എന്താണ്? ഈ ചങ്കിൽ നിന്ന് ഇങ്ങനെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്ന പറയുന്നത്. അപ്പോൾ ഞാൻ 7:37-38 നമ്മൾ വായിക്കുന്നത്, ദാഹിക്കുന്നവർ വന്ന് കുടിക്കുക. ഈ സോഫ്റ്റ് പീപ്പിളാണ്, ഈ പറഞ്ഞ ഡ്രഞ്ച് പീപ്പിളാണ്. അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നദി ഒഴുകുക. പതുക്കെ ഒഴുകുന്ന പോലും അല്ല, അതൊക്കെ നദി കുത്തി ഒഴുകുന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഗഷ് ഫോർത്ത്. ഈ ഉറവക്കണ്ണിൽ കുത്തുന്ന കണക്കാണ്. യേശു മരിച്ചപ്പോഴൊക്കെ നമ്മൾ ആ വാക്ക് വായിച്ച് കേൾക്കുന്നുണ്ട്. മരിച്ചവൻ്റെ നെഞ്ചിൽ നിന്ന് ഈ രക്തവും ജലവും ഒഴുകി. രണ്ടിങ്ങനെ ഓവർവെൽംഡ് എന്ന് പറയുന്നൊരു വാക്കാണ്. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുമെന്നൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ? ഈ നമ്മൾ ഈ വീടുകൾക്കകത്തൊക്കെ ഇങ്ങനെ ഹൗസ് വാമിങ്ങൊക്കെ നടത്തുമ്പോൾ പണ്ട് ചെയ്തിരുന്നൊരു കാര്യം കണക്കാണ്. ആദ്യത്തെ അടുപ്പ് കത്തിക്കുമ്പോഴേക്കും അതിനകത്ത് വെച്ചിരിക്കുന്ന പാലിങ്ങനെ തിളച്ച് കവിഞ്ഞൊഴുകുമെന്നൊക്കെ പറയുന്നതിനൊക്കെ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന മനുഷ്യനാണ്. അത് രണ്ടാമത്തത്. മൂന്നാമതായിട്ട് ഇങ്ങനെ കാറ്റാണ്. റുഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും കാറ്റാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്? ജലത്തിന് മീതെ ആ ചൈതന്യം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഹോവേർഡ് ഓവർ ദ വാട്ടർ. അടയിരിക്കുന്നൊക്കെ പറയുന്ന കണക്കൊരു സംഭവമാണ്. ഇങ്ങനെ ഇതിന് മീതെയുള്ള, ആ പ്രപഞ്ചത്തിന് മീതെയുള്ള ഒരു ചൈതന്യം. അതിനെ വിളിക്കുന്ന വാക്കായി കാറ്റെന്ന് പറയുന്നത്. പുതിയ നിയമം അങ്ങനെ തന്നെ ആയിരിക്കണം ആരംഭിക്കുന്നത്. പുതിയ നിയമത്തിൽ നിർമ്മല ജലമാണ് മേരി. മേരിക്ക് മീതെ ആ ചൈതന്യം സഞ്ചരിച്ചെന്ന സൂചനയുമായിട്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അപ്പോൾ യേശു അത് പിന്നീട് നിക്കോദേമോസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു അറിഞ്ഞുകൂടാ. ഗ്രേസിൻ്റെ, കൃപയുടെ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ ഗ്രാഫ് വരച്ച് കൊടുക്കാനായിട്ട് നമ്മളാരാ? അതിൻ്റെ ഗൂഗിൾ മാപ്പ് നിശ്ചയിക്കാനായിട്ട് നമ്മളാരാ? അതാരിൽ നിന്നോ എവിടെ നിന്നോ വരും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ദിവസം നമുക്ക് അതിൻ്റെ സാന്നിധ്യം പിടുത്തം കിട്ടും. എങ്ങനെയാണ് പുറത്ത് കാറ്റുകൊണ്ട് നമുക്ക് പിടുത്തം കിട്ടുന്നത്? ആകപ്പാട് നമുക്ക് പിടുത്തം കിട്ടുന്നത് ഈ ഇലകൾ അനങ്ങുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാറ്റിന് ശേഷം ജീവിതത്തിൻ്റെ ഒരു ഡൈനാമിസം ഉണ്ടാവുക. പലപ്പോഴും ജീവിതം നിശ്ചലമാകുന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഷമം. ഏറ്റവും വിഷാദഭരിതമായ വരികളെന്നൊക്കെ പറഞ്ഞ് നെരുതയുടെ ഒരു കവിതയുണ്ട്. എന്താണത്? ഇങ്ങനെ കനത്ത മഴയിൽ നിലച്ചു പോയൊരു തീവണ്ടിയാണ്. തീവണ്ടി എന്ന് പറഞ്ഞ രൂപകം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഏറ്റവും പവർഫുള്ളായ രൂപകം. പെട്ടെന്നൊരു ദിവസം നിലച്ചു പോവുക. ഈ കനത്ത മഴയിൽ നിലച്ചു പോകുന്ന കണക്കുള്ള മനുഷ്യ ജീവിതമുണ്ട്. വിശേഷിച്ചൊരു ഡിപ്രഷൻ എപ്പിസോഡിലൂടെ കടന്നു പോയവർക്കൊക്കെ ആ രൂപത്തിൻ്റെ അർത്ഥം പിടുത്തം കിട്ടി. ഇങ്ങനെ കനത്ത മഴയിൽ നിലച്ചു പോകുന്ന നമ്മുടെ സഞ്ചാരങ്ങൾ. അപ്പോൾ ജീവിതം ഇങ്ങനെ അതിൻ്റെ ചലനത്തെ വീണ്ടെടുക്കുക. ആ ക്ലാസിക് ഡെഫിനിഷൻ ഉണ്ടല്ലോ ഈ പറഞ്ഞ് ദൈവത്തിന് വേണ്ടി. അതാണത് അൺമൂവ്ഡ് മൂവർ. ദൈവം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ സകലത്തെയും ചലിപ്പിക്കാതെ, സ്വയം ചലിക്കാതെ സകലത്തെയും ചലിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ മൂന്നതാണ്. ആ പ്രതീകം കൃത്യമായിട്ട് പെന്തക്കോസ്ത ദിവസം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അവർക്ക് മീതെ ഒരു കാറ്റ് വീശി. ആ കാറ്റിൻ്റെ ഒരു ഹുങ്കാരം കേട്ടിട്ടാണ് ഈ മനുഷ്യരെല്ലാം കൂടി ഓടിയെത്തുന്നത്. എന്തോ ചില കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് പരിചയമില്ലാത്ത ചിലയിടങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതായിട്ടുള്ളൊക്കെ തോന്നൽ ആ പട്ടണത്തിനുണ്ടാകുന്ന ആ കാറ്റിൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. ഒരു കൊടുങ്കാറ്റ് വീശുന്ന ശബ്ദം കേട്ടെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഈ കാറ്റിൻ്റെ ശ്വാസമാകും. അസൽ ഈ വിൻഡും ബ്രത്തും തമ്മിൽ ഭയങ്കര റിലേറ്റഡാണ്. കാരണം ഈ കാറ്റാണ് ശ്വാസമായിട്ട് മാറുന്നത്. വിൻഡെന്ന് പറയുന്ന, കാറ്റെന്ന് പറയുന്നത് ഒരു ജനറിക്കായിട്ടുള്ള വാക്കാണ്. ഒരു ദിവസം ഇങ്ങനെ കണ്ണുപൊട്ടിയിരിക്കുമ്പോഴേക്കും ഈ കാറ്റ് നിങ്ങളുടെ ശ്വാസമായിട്ട് മാറുന്നൊരു ദിവസമുണ്ട്. അതിനെ വിളിക്കുന്ന വാക്കാണ് വേണ്ടി. സൃഷ്ടി എങ്ങനെ ആരംഭിക്കുന്നത്? അവരുടെ മേൽ ഊതിക്കൊണ്ടാവാൻ പറഞ്ഞു ആത്മാവിനെ സ്വീകരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു വിൻഡ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ശ്വാസമാവുക. പുനർസൃഷ്ടി, റീക്രിയേഷൻ എങ്ങനെ ആരംഭിക്കുന്നത്? അവരുടെ മേൽ ഊതിക്കൊണ്ടാവാൻ പറഞ്ഞു ആത്മാവിനെ സ്വീകരിക്കുക. ഇപ്പോൾ സൃഷ്ടിയായാലും ഈ പുനർസൃഷ്ടിയായാലും ഈ കാറ്റൊരു ദിവസം ശ്വാസമാകുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഇനി അനോയിൻറ്റഡ്. അനോയിൻറ്റഡ് എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്.
എല്ലാത്തിനകത്തൊരു സോൾ ആവശ്യമുണ്ട്. നിങ്ങളൊരാൾക്കൊരു കൈ കൊടുക്കുമ്പോൾ പോലും ഈ രണ്ട് തടിക്കഷ്ണങ്ങൾ തമ്മിലല്ലല്ലോ ഈ കൈ പിടിക്കുന്നത്, മറിച്ച് രണ്ട് മനുഷ്യരാണെന്ന് തോന്നിക്കണമെങ്കിൽ അതിനകത്തൊരു സോൾ ആവശ്യമുണ്ട്. ഒരു ഹസ്തദാനത്തിനകത്ത് പോലും ഒരു സോളില്ലെങ്കിൽ നമുക്ക് പിടുത്തം കിട്ടും. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങൾക്ക് അത് സോളില്ലെന്നുള്ള. അപ്പോൾ ഈ ഒരു അരൂപി എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ശ്വാസതാളമായി മാറുമ്പോഴേക്കും എല്ലാത്തിലേക്കും ഇങ്ങനെ ആത്മാവ് വരികയാണ്. അപ്പോൾ മൂന്നതാണ്. നാലാമതായിട്ട് ഇങ്ങനെ അഗ്നിയാണ്. ഈ രണ്ട് പ്രതീകങ്ങളും ആ പെന്തക്കോസ്ത ദിവസം നമ്മൾ വായിച്ചെടുക്കും. ഒരു കാറ്റ് വീശി അവരിൽ നിന്നിങ്ങനെ അഗ്നിനാളങ്ങൾ എഴുതി നിന്നു. ക്രിസ്ത്യൻ ആരാധനയിലൊക്കെ ഈ മെഴുതിരികൾ എങ്ങനെ വന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ചില നിരീക്ഷണങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ഈ മെഴുതിരി എന്നൊക്കെ പറയുന്നത് പോലും ഈ തീനാളങ്ങൾ എന്തിയ ആ ആദ്യ മനുഷ്യരുടെ ആദ്യ ശിഷ്യരുടെ പ്രതീകമാണ്. ഫസ്റ്റ് ഡിസൈപ്പിൾസ് അവരുടെ ശിരസിന് മീതെ ഇങ്ങനെ തീനാളങ്ങൾ എഴുതി നിന്നു. അഗ്നിയോളം പ്യൂരിഫൈ ചെയ്യുന്ന ഒരു എലമെൻറ്റ് വേറെയില്ല. നമ്മൾ ഈ പഞ്ചഭൂതങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭാരതം പഠിപ്പിക്കുന്ന വിചാരം എന്താണ്? മറ്റ് ഘടകങ്ങളിൽ നിന്ന് അഗ്നി വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മാലിന്യങ്ങൾ സ്വീകരിച്ചിട്ട് സ്വയം മലിനപ്പെടുന്നു. നാം മാലിന്യങ്ങൾ സ്വീകരിച്ചിട്ട് സ്വയം മലിനമാകാതെ ആ ഒരു ശുദ്ധിയിൽ നിലനിൽക്കുന്ന ഒരു ഫാക്ടറിൻ്റെ പേരാണ് ഈ പറയുന്ന അഗ്നി എന്ന് പറയുന്നത്. നമുക്ക് വളരെ അടുപ്പമുള്ളൊരു വീട്ടിലെ കുഞ്ഞിന് അവർ പേരിട്ടിരിക്കുന്ന അഗ്നി എന്നാണ്. അത്ര പരിചയമുള്ളൊരു പേരല്ല അഗ്നി നമ്മൾ മലയാളി സമൂഹത്തിൻ്റെ ഇടയിലെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പോൾ അഗ്നിനാളോ, അസല് ഈ അഗ്നിനാളെന്ന് പറയുന്ന എല്ലാവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ ശരി നമ്മുടെ അടുപ്പ് പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒരിക്കലും മാത്രമേ ഇങ്ങനെ തീ കത്തിക്കാറുള്ളൂ. രാവിലെ അമ്മമാർ കയറിയിട്ട് ഇങ്ങനെ തീ കത്തിക്കും. പിന്നെ അത് ഓരോ ആവശ്യം വരുമ്പോഴും അതിങ്ങനെ ഊതിയെടുക്കുകയാണ് ചെയ്യുന്നത്. മീതെ ചാരം മൂടിയിട്ടുണ്ട്, പക്ഷെ അതിന് താഴെ കണ്ട് കിടപ്പുണ്ട്. ഇപ്പോൾ പലതരം കനലുകൾ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരിക്കൽ നമുക്ക് നഷ്ടമായെന്ന് കരുതുന്ന സ്നേഹത്തിൻ്റെ കനൽ, മെമ്മറി, എന്തുമാത്രം കാര്യങ്ങൾ. കനലെന്ന് പറയുമ്പോൾ ജീവിതത്തെ ജ്വലിപ്പിക്കുന്ന എന്തൊരു എലമെൻറ്റിനെ വിളിക്കാവുന്ന വാക്ക് കനലെന്നുള്ളതാണ്. അപ്പോൾ അതിന് മീതെ ഇങ്ങനെ ചാരം മൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം വരുമ്പോഴേക്കും വാസ്തവത്തിൽ ഈ അവനവൻ്റെ ഉള്ളിൽ ഒരു തീ പിടിക്കുന്ന ഇങ്ങനെ ശുദ്ധീകരിക്കുന്നതിൻ്റെ പേരാണ് അഗ്നി. ഭയങ്കര കുർബാനയിലൊക്കെ ഇങ്ങനെ കുർബാന കൊടുക്കുമ്പോഴേക്കും കുർബാന സ്വീകരിക്കുമ്പോഴേക്കും പറയുന്ന വാക്ക് അത് തന്നെ, തീക്കട്ടെന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിക്കുന്നത്. നല്ലതല്ലാത്ത എല്ലാത്തിനും എരിച്ച് കളയുക, നല്ലതിനെയൊക്കെ സ്ഫുടം ചെയ്യുക. അപ്പോൾ നാലതാണ്. അഞ്ചാമതായിട്ട് അനോയിൻറ്റഡ് എന്ന് പറഞ്ഞ ഓയിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അഭിഷേക തൈലം കൊണ്ട് എൻ്റെ ശിരസ് ഇങ്ങനെ അഭിഷേക തൈലം കൊണ്ട് പൂർണ്ണമാക്കി എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിലുണ്ടല്ലോ. ഇങ്ങനെ അത് അനോയിൻറ്റഡ് എന്ന് പറഞ്ഞ സംഭവം. അസലി പരിശുദ്ധാരൂപിയുടെ ഒരു അനോയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൂതാശയുള്ളത്. കൺഫർമേഷൻ എന്ന് പറഞ്ഞ കൂതാശ എന്താണ്? ഈ പറഞ്ഞ അഭിഷേക തൈലം ശിരസിലേക്ക് ഇട്ട് വീഴ്ത്തുന്ന സംഭവമാണ്. അത്യധികമായിട്ട് 3 തരം ശൈലിയാണ് വാസ്തവത്തിൽ പുതിയ നമുക്ക് വെച്ച് നീട്ടുന്നത്. 1, യു ആർ എ പ്രോഫറ്റ്. 2, യു ആർ എ പ്രീസ്റ്റ്. 3, യു ആർ എ കിങ്. ഇങ്ങനെ പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ഇതാണ് വാസ്തവത്തിൽ ഈ കുലീന പുതിയ ക്രൈസ്തവ ധർമ്മത്തിൻ്റെ 3 സൂചനകൾ. പ്രോഫറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളെന്നുള്ള. 2 ഇങ്ങനെ പ്രീസ്റ്റ് എന്ന് പറയുന്നത് വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട. കിങ് എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ അധിപനാണ്. ആ ദേശത്തിൻ്റെ പേര് ദൈവരാജ്യം എന്നുള്ള. ആ ദൈവരാജ്യത്തിൻ്റെ ആ അധിപനെ കണക്കോ ആ ദൈവരാജ്യത്തിൻ്റെ കൈമാറുന്ന ഒരാളൊക്കെ ആയിട്ട് ജീവിക്കുക എന്നുള്ള പറഞ്ഞ 3ാമത്തെ. അപ്പോൾ ഈ ഒരു 3 വേദപുസ്തകം വെച്ച് നീട്ടുന്ന സാധ്യതകളുടെയും ഏറ്റവും അടിസ്ഥാന വാക്കെന്ന് പറയുന്നത് ഈ അരൂപിയിലുള്ള ജീവിതം എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഒരു 5ാമത്തത്. 6ാമതായിട്ട് ഇങ്ങനെ വീഞ്ഞെന്ന് പറഞ്ഞൊരു പ്രതീകം ഉപയോഗിക്കുന്നുണ്ട്. അതിങ്ങനെ എന്തായിരുന്നു കാനായിലെ കല്യാണത്തിനൊക്കെ നടന്നത്? നമ്മൾ വായിച്ച് കേൾക്കുന്ന അവിടെ ഇങ്ങനെ വെള്ളം വീഞ്ഞായി. ഇതായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയാനായിട്ട് ഞങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതം എന്നുള്ള വാക്കല്ല വേദോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ അടയാളം. അടയാളം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിശ എങ്ങോട്ടാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അടയാളം എന്ന് പറയുന്നത്. പുറത്തിങ്ങനെ സ്കൂൾ ബാഗ് ഒക്കെ ആയിട്ടൊരു കുട്ടി ഓടുന്ന ചിത്രം വെച്ചിട്ടുണ്ട്. അതിനർത്ഥം സ്കൂളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി യേശുവിലുള്ള മനുഷ്യർക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന ആ വലിയ വ്യത്യാസം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞൊരു കാര്യം നടക്കുന്നത്. ഇങ്ങനെ വെള്ളം വീഞ്ഞാകുന്നു.
മനുഷ്യർക്ക് പെട്ടെന്നൊരു ദിവസം ജീവിതത്തിന് മീതെ വല്ലാത്ത എക്സൈറ്റഡ് ആവുകയാണ്, ലഹരി ഉണ്ടാവുകയാണ്. ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. അതിനൂടെ ഒരു കവിത കണക്കിങ്ങനെ പല നാടുകൾ സഞ്ചരിച്ച് വന്നെത്തിയ ഒരാളോട് അയാളൊരു മതിശാലിരിക്കുമ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് പരിചയമുള്ളതിൽ വെച്ച് ഏറ്റവും ലഹരിയുള്ള വീഞ്ഞ് ഏതാണ്? അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഏറ്റവും ഭംഗിയായിട്ടും അടിമുടി ജീവിച്ച് തീർത്ത ജീവിതം കണക്ക് ലഹരിയുള്ള സംഭവം വേറൊന്നുമില്ല. നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ ലഹരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിഷമം പിടിച്ച വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്കൊന്നും മനുഷ്യൻ ജീവിക്കാനായിട്ട് എന്തെങ്കിലും ലഹരി ആവശ്യമുണ്ട്. അത്തരം ചില ലഹരികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന്, ദാമ്പത്യത്തിൽ നിന്നും, കുടുംബജീവിതത്തിൽ നിന്നും, പാരൻറ്റിങ്ങിൽ നിന്നും, സൗഹൃദത്തിൽ നിന്നുമൊക്കെ കിട്ടാതെ പോകുമ്പോഴായിരിക്കണം ഒരുപക്ഷെ മനുഷ്യൻ അയാൾക്ക് മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഹാനികരമായ ചില ലഹരികളിലോട്ടൊക്കെ പാഞ്ഞു പോവുക. അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ തോന്നുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരിച്ചാളാവുന്നൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു സാമൂഹ്യ പ്രശ്നത്തെ, ഇത്രയും വലിയൊരു രോഗാതുരതയൊക്കെ ഇത്രയും സിംപ്ലിഫൈ ചെയ്യാന്നൊരു പ്രശ്നം ആയിട്ട് തോന്നുന്നുണ്ടാവും. പലതും പരീക്ഷിച്ചല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ലഹരിയുള്ള ജീവിതത്തെ ഒന്ന് പരീക്ഷിച്ചുകൂടാ? പണ്ടൊക്കെ ഇങ്ങനെ കുട്ടികളുടെ ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഹീസ് മോർ ഇൻടോക്സിക്കേറ്റഡ് ദാൻ ഡ്രഗ്സ്. അവനിങ്ങനെ വീഞ്ഞിനേക്കാൾ അല്ലെങ്കിൽ ഡ്രഗ്സിനേക്കാൾ ലഹരിയുണ്ട്. ഈ മനുഷ്യൻ അനുഭവപ്പെട്ടത് ഈ മദ്യപിച്ച മനുഷ്യ കണക്കാണെന്നാണ് പെന്തക്കോസ്തസ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. പത്രോസിൻ്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അങ്ങനെയാണ്. ദേശക്കാരെ, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഇത് പുലരിയുടെ 3-ാം മണിക്കൂറേ ആയിട്ടുള്ളൂ, ഇത്രയും വെളുപ്പിന് എങ്ങനെയാണ് മദ്യപിക്കാനാവുക എന്ന് പറഞ്ഞിട്ട് ഈ മദ്യപിച്ചവരെക്കാൾ മദ്യപിച്ച മട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ലഹരിയുടെ കഥ പറഞ്ഞു തുടങ്ങി. അതിങ്ങനെ നസറത്തിലെ യേശുവിൻ്റെ ഉപാധിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്. അന്നും ഇന്നുമൊക്കെ മനുഷ്യർ ആ ലഹരി ജീവിക്കുന്ന കണ്ട് കണ്ണു നിറയുന്ന ഒരാളെന്ന രീതിയിൽ ഇങ്ങനെ വല്ലാതെ ഇതിനകത്ത് പെട്ടുപോയ മനുഷ്യരോട് ഒരുപക്ഷെ പറയാൻ കൊടുക്കുന്ന ഒരു വളരെ ഫെർട്ടൈലായിട്ടുള്ള സൂചന ഇതാണ്, നൗ വൈ ഡോണ്ട് യു എക്സ്പെരിമെൻറ്റ് വിത്ത് ഹിം. നമുക്ക് എന്തുകൊണ്ട് അയാളെ ഒന്നുകൂടി ഉപയോഗപ്പെടുത്തിക്കൂടാ? ഇതായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ അടയാളം. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ചിലപ്പോൾ ഇപ്പോൾ പാസഞ്ചർ തീവണ്ടി കണക്ക് തോന്നുന്നൊരു ജീവിതമാണ്. ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒരേ താളമാണ്. അതിനിങ്ങനെ കാര്യമായ വേഗതയില്ല. അപ്പോൾ ആ ചെറിയ ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗി ജീവിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശു പറഞ്ഞിട്ടില്ലേ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ടിയാണ്. ഈ പ്ലെനിറ്റ്യൂഡ് ഓഫ് ലൈഫ് സംഭവിക്കുന്നില്ല. ജീവൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം ജീവിച്ച് തീർത്തിട്ട് നമ്മളിങ്ങനെ ഒരുപക്ഷെ ബയോളജിക്കലി ലീവിങ് ആൻഡ് ബയോഗ്രഫിക്കലി ഡെഡായിട്ട് ജീവിക്കുക. ജീവശാസ്ത്രപരമായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ ജീവചരിത്രപരമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പുതിയൊരു അധ്യായമോ പുതിയൊരു സ്നേഹകഥയൊന്നും എഴുതാനായിട്ട് നമുക്കില്ല. അപ്പോൾ അതതിൻ്റെ ഒരു 6-മത്തത്. 7-മതായിട്ടിങ്ങനെ രൂപി ഒരു പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മീതെ വന്നിരുന്നു. എല്ലാത്തിനിടയിൽ ഒരു സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു പറവ നിങ്ങളെ തേടി വരിക. അതിൻ്റെ ചിറകുകൾക്കകത്ത് നിങ്ങൾ വല്ലാത്ത സമാധാനം അനുഭവിക്കുക. എങ്ങനെയാണ് പ്രാവ് വേദപുസ്തകത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്? ഇങ്ങനെ ഒരു പ്രത്യാശയുടെ ഒരു വിലയമായിട്ടാണ് വരുന്നത്. ലോകം മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോഴേക്കും പുറത്ത് കടക്കാനാവില്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരു പേടകത്തിൻ്റെ കിളിവാതിൽ ഒരു പ്രാക്കുരുന്ന് വന്നിട്ട് ഒരു പച്ചില കാട്ടുക. മുമ്പോട്ട് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതീക്ഷ പോരാ. കുറേ കൂടി ആ പ്രതീക്ഷയോടൊരു ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ പ്രതീക്ഷയുടെ മീതെയാണ് പലരും തങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കരിപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പ്രതീക്ഷയില്ലാതെ പോയാൽ എന്നാ ചെയ്യും? കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചിങ്ങനെ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കഥ പറയുന്നു, അല്ലെങ്കിൽ വളരെ ഒരു കോൺഫിഡൻസ് നിലയിൽ പറയുന്നത് മാത്രമാണ്. ഞാൻ എൻ്റെ അപ്പം മരിച്ചിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളായി. അപ്പനെ തീരെ കണ്ടിട്ടില്ല ഇങ്ങനെ സ്വപ്നത്തിലൊന്നും. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു വൈകുന്നേരം ഒരു 7 മണിക്ക് റിട്രീറ്റ്, അല്ലെങ്കിൽ 8 മണിക്ക് റിട്രീറ്റ് തുടങ്ങുന്ന ഒരു 7 മണിക്ക് വന്നു. ഇത്തിരി യാത്ര ചെയ്തിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നിട്ട് കടന്ന് അവിടെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ അപ്പനെ കണ്ടു സ്വപ്നത്തിൽ. അപ്പനൊരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ഇങ്ങനെ സാരമില്ല, അപ്പം ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, എല്ലാം ശരിയാകും. ഈ ഒരു നിമിഷാർത്ഥം പോലും ഇല്ല. സ്വപ്നം എന്ന് പറയുന്നത് തന്നെ നിമിഷാർത്ഥം പോലും ഇല്ലാത്തൊരു കാഴ്ചയാണ്. നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്, റിം എന്നാണ് പറയുന്നത്. ആ ഒരു റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സംഭവിച്ച ഈ ഒരൊറ്റ കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് നോക്കുമ്പോഴേക്കും കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുകയാണ്. ഇപ്പോഴും റിട്രീറ്റ് ആരംഭിക്കുന്നത് ഹോപ്പിനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ പോലും ഇന്ന് പണ്ടങ്ങ് വായിച്ച് മറന്നുപോയൊരു കാര്യം വീണ്ടും ബോധത്തിലേക്ക് വന്നു. അതിങ്ങനെയാണ്, എല്ലാ കഥകളും അവസാനിക്കേണ്ടത് പ്രത്യാശയില്ല.
അങ്ങനെയായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ കേട്ട എല്ലാ കഥകളും, വായിച്ച എല്ലാ കഥകളും. അനന്തരം അവർ സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്ന കഥ അവിടെ അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, കഥയുടെ അവസാനമായിട്ടില്ല. ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറികളൊക്കെ അവസാനിക്കേണ്ടത് സന്തോഷത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ഒക്കെയാണ്. ആ ഒരു വ്യത്യാസമാണ് ഈ ചിറകിന് മീതെ പറന്നിറങ്ങുന്ന ഈ ഒരു പറവ, ഈ ഒരു പ്രാവ് കുരുന്ന് നമുക്ക് തരുന്നത്. ചുരുക്കത്തിൽ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർന്ന് വായിച്ച് നോക്കാമോ? ഒരു കൃപാമാരിയിൽ ഇങ്ങനെ നനഞ്ഞു നിൽക്കുക, ജീവിതം ഇങ്ങനെ കവിഞ്ഞൊഴുകുക, ചലിപ്പിക്കുന്ന കാറ്റ് വീശുക, മറന്നുപോയ നാളം ആളിക്കത്തുക, അടിമുടി ഇങ്ങനെ അനോയിൻറ്റഡായിട്ട് നിൽക്കുക, പിന്നെ ലഹരിയുള്ളവരെ കണക്ക് ജീവിക്കുക, അവസാനമായിട്ട് എന്തിനുമിടയിൽ ഒരു സമാധാനം അനുഭവിക്കാനായിട്ടാവുക. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ടിയാണ്. ലൈഫ് ഇൻ ഇറ്റ്സ് പ്ലെനിറ്റ്യൂഡ്. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.